പ്രേംകുമാർ എന്നോടൊപ്പമുണ്ട്. പ്രേംകുമാർ, രാവിലെ തന്നെ താങ്കളെ കണ്ടിരുന്നു ഇവിടെ. VS എന്നുള്ളത് ഒരു വികാരം തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും അത് മലയാളികളുടെ മുഴുവൻ ഒരു വികാരമാണ്. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, സാധാരണ മനുഷ്യന്റെ, അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയൊക്കെ ഒരു ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള ഒരു വികാരം തന്നെയാണ് VS. അത് നമ്മുടെ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പ്രായമായ സ്ത്രീകളൊക്കെ ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന കണ്ടു. VS എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ശരിക്കും വിപ്ലവ സൂര്യൻ എന്നതിന്റെ ചുരുക്കെഴുത്തായിട്ട് നമുക്ക് പറയാം. അതിലൊട്ടും അതിശക്തിയില്ല. ഒരു പോരാട്ട വീര്യവുമായി ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പൊരുതി നിന്ന ഒരു മനുഷ്യൻ, അങ്ങനെയാണ് ഞാൻ VSനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ആ രോഗാവസ്ഥയിലായിരുന്ന അവസാന നാളുകളിൽ പോലും രോഗത്തോടും പൊരുതി, ആ മരണത്തോട് പോലും പൊരുതി നിന്ന അതാ ഒരു പോരാട്ട വീര്യം എന്ന് പറയുന്ന അദ്ദേഹം ജീവിതത്തിന്റെ ഈ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്ത ആ ഒരു കരുത്താണ്. അദ്ദേഹത്തിന്റെ ബാല്യം തന്നെ നമുക്കറിയാം. അച്ഛനും അമ്മയും ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു തീച്ചൂളയിൽ പരുവപ്പെട്ട ഒരു ജീവിതം എന്ന് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന അങ്ങനെ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സഖാവ് പി കൃഷ്ണപിള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, അദ്ദേഹം ഇങ്ങനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി സഖാവ് VSനെ നിയോഗിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാവപ്പെട്ട കർഷകരെയും മറ്റു തൊഴിലാളികളെയും, കയർ തൊഴിലാളികളെയും, അതുപോലെ പാവപ്പെട്ട മനുഷ്യരെ അവരെ സംഘടിപ്പിക്കുകയും സംഘടിച്ച് ശക്തരാകുവാൻ അവർക്ക് ഒരു ഉദ്ബോധനം നൽകിക്കൊണ്ടിങ്ങനെ പ്രവർത്തിച്ച് ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ആയി മാറിയ അനീതികൾക്കെതിരെ ഇങ്ങനെ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ ഒരു വിപ്ലവ സൂര്യന്റെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് അങ്ങനെ വന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹം ജീവിതത്തിലുടനീളം പുലർത്തിയിരുന്ന ഒരു ലാളിത്യവും സത്യസന്ധതയും ഈ സാധാരണ മനുഷ്യരോടുള്ള ഒരു വലിയ ആഭിമുഖ്യവും അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സവിശേഷതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ തന്നെ ഒരു പ്രശ്നത്തെ ദൂരെ നിന്നിങ്ങനെ കണ്ട് അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല. ഒരു വിഷയമുണ്ടായാൽ അത് ആ വിഷയം എന്താണെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ അവിടെ നേരിട്ടെത്തി, അത് അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യവും ഒക്കെ ഒന്നും വകവയ്ക്കാതെ, ഇപ്പം മതികെട്ടാനാണെങ്കിൽ മതികെട്ടാനിൽ, മുല്ലപ്പെരിയാറിലാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ, മൂന്നാറിലാണെങ്കിൽ മൂന്നാറിൽ അവിടെ എത്തി അവിടുത്തെ സാധാരണ മനുഷ്യരുമായിട്ട് സംസാരിച്ച് ആ വിഷയത്തെ കൃത്യമായി പഠിച്ച് അപഗ്രഥിച്ചിട്ടാണ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അത് ഒരു ജനപക്ഷത്തിന്റെ ഒരു നിലപാടായിട്ട് അത് സമൂഹം തന്നെ അംഗീകരിക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു ഭരണാധികാരിയായിരിക്കുമ്പോഴും അദ്ദേഹം ആ ഒരു ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു യഥാർത്ഥ ജനനേതാവ് എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഒരു ഉത്തമ മാതൃകയായിട്ട് കൂടി നമുക്ക് VSനെ കാണാം. അത് തന്നെയാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഒരു ആഴമുള്ള ഒരു ജനഹൃദയങ്ങളിലുള്ള ഒരു സ്ഥാനം. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ. അത് തന്നെയാണ് കാണുന്നത്. കാരണം ഇതുവരെ ആളുകളുടെ ആ നിലയ്ക്കാത്ത പ്രവാഹം അവസാനിച്ചിട്ടില്ല. നിലയ്ക്കാത്ത പ്രവാഹം അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേരത്തെ നിന്നിരുന്ന നോർത്ത് ഗേറ്റിന് നേരെ എതിർവശത്തുള്ള സൌത്ത് ഗേറ്റിലാണ്. ഇവിടെ കൂടെയും ഇപ്പോൾ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 2 മണിക്ക് വിലാപയാത്ര തുടങ്ങാൻ കഴിയുക എന്നുള്ള സംശയമാണുള്ളത്. നോർത്ത് ഗേറ്റിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ സൌത്ത് ഗേറ്റ് കുറച്ചുകൂടി ഇവിടെ ഇത്രയും ദൂരത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെ കൂടെ തന്നെ നോക്കിയോ ഒരുപാട് ഇത് ക്യൂ ഇപ്പോഴും നീണ്ടു പോവുകയാണ്. ഈ ക്യൂ അങ്ങ് ഗേറ്റും കടന്ന് റോഡിലേക്ക് കടന്നു പോവുകയാണ്. മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ മഴ ചാറി തുടങ്ങി. വെയിലും മഴയും ചേർന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. പക്ഷേ ആളുകളുടെ പ്രവാഹം നിലച്ചിട്ടില്ല. ഇതേ അന്തരീക്ഷം തന്നെ തൊട്ട് നേരെ വെളിയിലുള്ള നോർത്ത് ഗേറ്റിലും ഇതുപോലെ തന്നെയാണ്. അവിടെയും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ VSനെ കണ്ടേ മടങ്ങൂ എന്നുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര സമയം ഇനിയും ഇവിടെ ഈ പൊതുദർശനം തുടരേണ്ടി വരും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ നേതാക്കൾ അവരുടെ ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട്. പക്ഷേ 2 മണി എന്നുള്ള സമയം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് 2:30 ആയേക്കാം. അതിൽ വണ്ടി ഇങ്ങോട്ട് KSRTC ബസ് ഇങ്ങോട്ട് കയറ്റിയിടുവാനുള്ള ക്രമീകരണം അവിടെ പോലീസ് ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞു. ആ KSRTC ബസ്സിലായിരിക്കും, അലങ്കൃതമായ ആ KSRTC ബസ്സിലായിരിക്കും. VS ഉദ്ഘാടനം ചെയ്ത ബസ്സാണത്. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ ബസ്സിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരിക്കുക. ഇപ്പോൾ ഈ ക്യൂ ആണ്, ഇത് സൌത്ത് ഗേറ്റിലെ ക്യൂ ആണ്.
ഈ ക്യൂവിലും ഇപ്പോഴും ആളുകൾ ധാരാളമായി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഗേറ്റിന് വെളിയിലേക്കും ആളുകളുടെ ഈ ക്യൂ നീണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് വശത്തു നിന്നും വടക്കേ ഗേറ്റ് വഴിയും തെക്കേ ഗേറ്റ് വഴിയും ആളുകൾ ദർബാർ ഹാളിനുള്ളിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നത്, എത്രമാത്രം വി എസിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതുതന്നെയാണ് ഇവിടെ സംസാരിച്ച നേതാക്കൾ പറഞ്ഞ കാര്യവും അതുതന്നെയാണ്. വി എസ് ഒരു വികാരമായിരുന്നു ഇവർക്കൊക്കെ. വി എസ് ഒരു പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു. വി എസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും പ്രതിപക്ഷത്തായിരുന്ന സമയത്തും ഒരേ രീതിയിൽ തന്നെ പോരാട്ടം നയിച്ച ആളാണ്. അപ്പോൾ വി എസ് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു തിരക്ക് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ആളുകളുടെ ഈ തിരക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ സൗത്ത് ഗേറ്റിന്റെ അറ്റമാണ്. ഇപ്പോൾ റോഡ് കടന്നു. ഇപ്പോൾ സൗത്ത് ഗേറ്റിൽ ഇപ്പോൾ ഏകദേശം ആളുകൾ ഇപ്പോൾ നിലച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള വരവ് ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. കവാടത്തിന്റെ അറ്റത്ത് ആളുകളില്ല. പക്ഷേ നോർത്ത് ഗേറ്റിലൂടെ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടൊക്കെ ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോഴും ഗേറ്റ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിചാരിച്ച രീതിയിൽ തന്നെയാണെങ്കിൽ 2 മണിയോടുകൂടി വിലാപയാത്ര തുടങ്ങാൻ സാധിക്കും. അവിടെ പോലീസ് നിൽപ്പുണ്ട്. പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വി എസിന് അന്തിമോപചാരം അർപ്പിച്ച് വി എസിന്റെ വിലാപയാത്ര തുടങ്ങുന്നതിന് വേണ്ടി യാത്രാ മൊഴി ചെല്ലുന്നതിന് വേണ്ടി പോലീസ് സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങുണ്ട്. ഔദ്യോഗികമായ ബഹുമതികളോടുകൂടി അദ്ദേഹത്തെ യാത്രയാക്കുന്ന ദർബാർ ഹാളിൽ നിന്ന് അദ്ദേഹം ഭരണസാരഥ്യം വഹിച്ച് ദർബാർ ഹാളിൽ നിന്ന് യാത്രയാക്കുന്ന സെക്രട്ടേറിയറ്റിൽ നിന്ന് യാത്രയാക്കുന്ന പോലീസിന്റെ ഔദ്യോഗികമായ ചടങ്ങ് യാത്രയപ്പ് അതും ഉണ്ടാകും. അതിനുവേണ്ടി എത്തിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ 2 മണിയോടുകൂടി 2:30യോടുകൂടി തന്നെ വിലാപയാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ക്യൂവിൽ ഏറ്റവും അവസാനത്തെ ആൾ വരെ അകത്ത് ദർബാർ ഹാളിൽ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദർബാർ ഹാളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കൂ എന്നുള്ള ഒരു അങ്ങനെ ഉണ്ടാവൂ എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകൾക്കുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുവാൻ പോലീസ് നിർദ്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് അപ്പുറത്തെ ഗേറ്റ് വഴിയും അതേ രീതിയിൽ തന്നെ ആളുകൾ വരുന്നുണ്ട്. അവിടെ കാണാം 2 വശത്തു നിന്നും ഒരേ രീതിയിൽ ആളുകൾ വരുന്നു. ഇപ്പോൾ നേതാക്കളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക നേതാക്കളും എത്തിക്കഴിഞ്ഞു. പലരും ആലപ്പുഴയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കൊല്ലത്തും ഏറെ നേരം മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വെക്കുന്നുണ്ട്. കൊല്ലത്തേക്കും കുറേയേറെ നേതാക്കൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നേതാക്കളുടെ ഒരു എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും ഈ കാണാൻ നിൽക്കുന്ന ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. മഞ്ജുഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വി എസിന് യാത്രാമൊഴി നൽകാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണ് നമ്മൾ കാണുന്നത്. നേതാക്കളുടെ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് കാത്തു നിൽക്കുന്ന ക്യൂവിൽ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകൾ ദർബാർ ഹാളിനകത്ത് വന്ന് വി എസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. 2 മണിക്ക് ശേഷം 2:30യോടെയെങ്കിലും ഇവിടെ നിന്ന് പുറപ്പെടാനാണ് ആലോചിക്കുന്നത്. പുറത്ത് വി എസിനുള്ള ഔദ്യോഗികമായ യാത്രാമൊഴിക്കുള്ള ഒരുക്കങ്ങളും പുറത്ത് നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെ വി എസ് നിറഞ്ഞു നിന്ന ആ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അലയടിക്കുകയാണ്. ആ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച, അദ്ദേഹത്തെ സ്നേഹിച്ച, അദ്ദേഹത്തോടൊപ്പം ചില നല്ല നിമിഷങ്ങൾ പങ്കുവെച്ച മനുഷ്യന്മാരെല്ലാം പോകുമ്പോൾ ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് പോകുന്നത്. വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഇനി ആലപ്പുഴയിലേക്കാണ് യാത്ര. ആലപ്പുഴയിലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വിവിധ പോയിന്റുകളിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ പോയിന്റുകളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയ ശേഷമായിരിക്കും ആലപ്പുഴയിലേക്ക് എത്തുക. രാത്രിയോടെ ആലപ്പുഴയിലെത്തി നാളെ രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മഞ്ജുഷ്, ഒരു ഐറണി അല്ലെങ്കിൽ കൗതുകം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം 60കളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർലമെൻ്ററി ജീവിതം ആരംഭിച്ചെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി ആവുന്നതൊക്കെ ചരിത്രത്തിലില്ലാത്തതുപോലെ 82 വയസ്സ് കഴിഞ്ഞ് 83ലേക്ക് കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയായി ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. അതൊക്കെ നമുക്ക് ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. 83 വയസ്സുള്ള ഒരാൾ മുഖ്യമന്ത്രിയാവുക, അതിനുശേഷമുള്ള ടേമിൽ വീണ്ടും പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ആവേശത്തോടെ, നമ്മൾ ചെറുപ്പക്കാരെക്കാൾ ആവേശത്തോടെ അദ്ദേഹം കാടും മലയും താണ്ടി പ്രശ്നങ്ങളുള്ളയിടത്തെത്തി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഭരണാധികാരി എന്ന നിലയിൽ
നിലയ്ക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ട് സ്വാധീനിച്ച ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാമല്ലേ? ശ്രീജ, അങ്ങനെയുള്ളവരാണ് കൂടുതലും വരുന്നത്. ഏതാണ്ട് 90-കൾക്ക് ശേഷം 1991 VS പ്രതിപക്ഷ നേതാവായതിനു ശേഷം 2001-2006 അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ പോരാട്ടം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 2006-11 കാലയളവിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലും പോരാട്ടങ്ങൾ നയിച്ച വർഷങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടുകൂടി സമരങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയും ചെയ്ത ഒട്ടേറെ ആളുകളെ ഇവിടെ കണ്ടു. അവരുടെ പ്രതികരണങ്ങളും അറിയിച്ചു. ഇനി ഇത്തരം പോരാട്ടങ്ങൾ നയിക്കാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി VS ഉണ്ടായിരുന്നില്ല. കാരണം VS സജീവമായിട്ടില്ലായിരുന്നു. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇല്ലാതായിട്ട് ഏകദേശം 6 വർഷങ്ങളായി. അതിനാൽ തന്നെ ഈ കാലയളവിൽ വലിയൊരു ശൂന്യത അവർ അനുഭവിച്ചിരുന്നതായി അവർ പറയുകയാണ്. അവരുടെ പല കേസുകളും നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. അവിടെ ഗേറ്റ് അടയ്ക്കുന്നില്ല, പക്ഷേ ആളുകൾ ക്യൂവിൽ കുറഞ്ഞതുകൊണ്ട് പിന്നീട് വരുന്ന ആളുകളോട് പെട്ടെന്ന് ദർബാർ ഹാളിനുള്ളിലേക്ക് കയറുവാൻ പോലീസ് നിർദ്ദേശം നൽകുകയാണ്. അതായത് 2 മണിയോടുകൂടി വിലാപയാത്ര തുടങ്ങുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന ആളുകളോട്, ഓടി വരുന്ന ആളുകളോട് പെട്ടെന്ന് ദർബാർ ഹാളിലേക്ക് കയറുവാൻ പോലീസ് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ആളുകൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ പൊതുദർശനം ഉണ്ടാവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാലാണ് ഇങ്ങനെ. ഇന്ന് രാവിലെ മുതൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കൂടിയ ആളുകളിൽ കൂടുതലും VS-നോടുള്ള ആരാധന കാരണം വന്നിട്ടുള്ള ആളുകളാണ് ഒട്ടേറെ പേർ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പാക്കിയ